അടുത്തും പറമ്പിലും പണിയെടുക്കുന്ന തൊഴിലാളികളും കുടിയന്മാരും വന്നു നിന്ന് ഈ ഓണത്തിൻ്റെ ആ മധുരം, അതിൻ്റെ പ്രാഗൽഭ്യം എത്രമാത്രമുണ്ടെന്ന് അനുഭവിച്ചറിയുന്ന ആ ഒരു കാലഘട്ടം. ഊഞ്ഞാൽ ആട്ടവും തുമ്പിതുള്ളലും തിരുവാതിരകളിയും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അതിനങ്ങേപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ആ ഓണനാളുകളിൽ പുള്ളോനും പുള്ളവെത്തിയും വീണയും കുടവുമായി വീട്ടുമുറ്റത്ത് വന്നു നിന്ന് വൈഷ്ണവ തേജസ് വഴിഞ്ഞൊഴുകുന്നതായ ആ അമ്പാടി കണ്ണൻ്റെ ബാലലീലകളെ പുകഴ്ത്തി പാടി പുളകം കൊള്ളിക്കുന്നു. അത് കേൾക്കുന്നതിന് വേണ്ടി ചുറ്റുപാടുമുള്ള ആളുകൾ തറവാട്ട് മുറ്റത്ത് ഒത്തുകൂടുകയും ആ ആസ്വാദനം അവരെ എന്തെന്നില്ലാത്ത ഒരു സ്വർഗീയ അനുഭൂതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ കാല ഓണങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴേ ആ ഓണസദ്യ വിളമ്പി കാക്ക കയറാത്ത നാക്കിടയിൽ കൂട്ടാൻ വിളമ്പുന്ന അമ്മയെയും അമ്മമ്മയെയും കുറിച്ച് ഓർത്താൽ ആർക്കാണ് ഇന്ന് ഓണം ഇത് നമ്മളെ ഓർത്തുപോകും. അമ്മ വിളമ്പി തരുന്ന ആ ഭക്ഷണത്തിന് ആ അമൃതത്തിൻ്റെ ഒരു ഭാവമുണ്ടായിരുന്നു, ഒരു നിവേദ്യത്തിൻ്റെ ഭാവമുണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്ന് അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ കുടിപാർക്കുന്ന മക്കളും പേരക്കിടങ്ങളും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണെങ്കിലും തൻ്റെ മാതാപിതാക്കളോട് ഒത്തിരുന്ന് ഓണം ഉണ്ണുവാൻ അവരും കൊതിക്കുകയാണ്. അവയിലും മറ്റ് ഫോണുകളിലും മറ്റ് മാധ്യമങ്ങളിലും കൂടി അവർക്ക് വിളിച്ച് കേഴുകയാണ്. പക്ഷേ ഞങ്ങളും ഉടുത്തിരിങ്ങി സെറ്റുമുണ്ടെടുത്ത് പൊട്ടുകുത്തി മടി പിന്നിയിട്ട് ഓണത്തിന് വേണ്ടി, ആ ഓണത്തിൻ്റെ നാളുകളിന് വേണ്ടി സ്വപ്നം കാണുന്നു. എവിടെയാണെങ്കിലും ആ ഓണം അവർക്കും ഹരമാണ്. പണത്തിൻ്റെ എത്രമാത്രം തള്ളിച്ചുണ്ടെങ്കിലും എത്ര രൂപ മുടക്കിയിട്ടാണെങ്കിലും തൻ്റെ മാതാപിതാക്കളോടൊപ്പം വന്നിരുന്ന് ആ തിരുവോണത്തിൽ നിന്ന് പങ്കുചേരുവാൻ അവർക്കെല്ലാം കൊതി തോന്നുകയാണ്. പറഞ്ഞു വരുന്ന കുട്ടികൾ മറ്റൊരു ലോകത്തിലാണെങ്കിൽ തന്നെ കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് നാം എത്തി നോക്കുമ്പോൾ ജാതി മതഭേദമെന്നി കേരളത്തിൻ്റെ തനതായ ആഘോഷങ്ങളിൽ നാം ഒത്തൊരുമിച്ച് പങ്കുചേരുന്നു. ആ കൂട്ടുകുടുംബം നഷ്ടപ്പെട്ടു പോയതോടുകൂടി ഓണത്തിനും മങ്ങലേറ്റില്ലേ എന്ന് സംശയിക്കുകയാണ്. ആ പാട്ടും പാടി കൂട്ടും കൂടി ഉണ്ട് രസിച്ച് നമ്മൾ ആ ഒത്തുചേരുമ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദ തിമർപ്പില്ലേ നാം ഓരോരുത്തരും ചിന്തവിടുന്നു. സ്വന്തമായി തനിക്ക് തനതായി എന്തെങ്കിലും ആഘോഷിക്കാനുണ്ടെങ്കിൽ അത് ചിങ്ങമാസത്തിലെ തിരുവോണമാണ്. കലകളെ സംബന്ധിച്ച് കഥകളിയാണ്. അങ്ങനെ ഓരോ രാജ്യത്തും അല്ലെ ഓരോ നാടിനും ഓരോന്നിൻ്റെതായ തനതായ സ്വഭാവങ്ങളുണ്ട്. അന്നത്തെ 50-60 കൊല്ലങ്ങൾക്ക് അപ്പുറത്തെ ഓണം എത്ര മനോഹരമായിരുന്നു എന്ന് പറഞ്ഞറിയിക്കുക സാധ്യമല്ല. സ്വന്തമായി താനുണ്ടാക്കുന്ന തൻ്റെ തൊഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കന്നുകാലികളുടെ ഒരു നിര, അത് കറന്നെടുത്ത് തൈരുടച്ച് അതിനുവേണ്ടി നമ്മൾ മറ്റ് കറികളുണ്ടാക്കുന്ന ആ സ്വാദിഷ്ടമായ ഭക്ഷണം, ആ പശുക്കളെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഇന്നും തമിഴ്നാട്ടിൽ നിന്ന് വന്നില്ലെങ്കിൽ ഓണം ഘോഷിക്കാൻ നമുക്ക് പൂക്കളില്ല, നമുക്ക് പാലില്ല, നമുക്ക് പച്ചക്കറികളില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കടന്നു വന്നപ്പോഴും മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിൽ, അവൻ്റെ ചിങ്ങമാസത്തിൽ തിരുവോണത്തിൽ എല്ലാം മറന്നിട്ട് കോഴിക്കാലുകളെയും മറ്റ് മാംസങ്ങളെയും മീനും ഇറച്ചിയും എന്ന രീതിയിലേക്ക്, ഇറച്ചിയില്ലെങ്കിൽ ഭക്ഷണം വേണ്ട എന്നുള്ള ആ ഒരു സമ്പ്രദായത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ധാരാളം അരിയും സാധനങ്ങളും നമ്മുടെ ഗവൺമെൻറ് വാരിക്കോരി കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് ആ ഓണാഘോഷത്തിന് വേണ്ടി ലക്ഷങ്ങൾ തുലയ്ക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ കഴിഞ്ഞ കാലത്തിൻ്റെ ആ ഓണനാളുകൾ നമുക്കെന്തെങ്കിലും കിട്ടാറുണ്ട്? നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ ആ വ്യാവർത്തികമായ രംഗങ്ങളിൽ നമ്മൾ കൂടിയിരുന്ന് കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുവാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിച്ച് എന്തെന്നില്ലാത്ത വൈരാഗ്യം എന്തെന്ന് കാണാത്ത, വിരോധം എന്തെന്നില്ലാത്ത
തൻ്റെ അയൽക്കാരോടൊപ്പം തൻ്റെ പണിക്കാരോടൊപ്പം കൂട്ടുകൂടുവാൻ അവർക്കും നമ്മെപ്പോലെ തന്നെ ഓണമുണ്ണണമേ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ തയ്യാറായി നമ്മൾ വിത്തറിയും കാളപൂട്ടിയും സ്വന്തമായി ഉണ്ടാക്കിയ ആ നെൽവിത്തുകളിൽ നിന്നും നമ്മളെടുത്ത ആ അരിയുടെ സ്വാദം ഇതാർക്കെങ്കിലും ഓർക്കാനൊക്കുമോ? അതിൽ നിന്നും പുകഞ്ഞു പൊന്തുന്ന ആ ആവി പറക്കുന്ന ആ മണം എവിടെ കിട്ടും? മലയാള മണ്ണിൻ്റെ എല്ലാം തനതായ ആ മണമുള്ള ചോറും കറികളും ഇന്നുണ്ടോ? ഓണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നാണമാകുന്നില്ലേ എന്നും ചിന്തിക്കുകയാണ്. കാരണം എന്താണ്? എത്രയൊക്കെ ഉണ്ടെങ്കിലും ആ തേജസ്, ആ ഓജസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അമ്പാതീരത്തെയും ശ്രീരാമചന്ദ്രനെയും എല്ലാം കുറിച്ച് ഓർക്കാനും അവയെക്കുറിച്ച് കാണാനും പാടാനും ഒരവസരമുണ്ടായിരുന്നു. ഈ ഓണത്തിന് വരുന്ന അതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോഴേ പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുന്നതിന് ആ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മുടെ വടതല ഗോപാലൻ മാസ്റ്ററെ പോലെയുള്ള ആ അധ്യാപക ശ്രേഷ്ഠന്മാർ വാമന നൃത്തം എന്ന ഒരു കലാരൂപത്തെ ഈ ഓണനാളുകളിൽ നമ്മുടെ എല്ലാം വീട്ടുമുറ്റത്തെ കൊണ്ടെത്തിക്കുമായിരുന്നു. വെറും 76 വരികളിൽ കൂടി ശ്രീരാമചരിതം അല്ലെങ്കിൽ രാമായണം മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ അമ്മാനമാടുന്ന ആ വാമന നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടർ വന്നിരുന്നു. അവരെക്കുറിച്ചൊക്കെ ഇന്ന് ഓർത്തു പോകുമ്പോൾ വീട്ടുമുറ്റത്തെ വന്നെത്തുന്ന വഴിപോക്കർക്ക് പോലും മുറുക്കാനും മറ്റ് ആഹാര സാധനങ്ങൾ കൊടുക്കുമ്പോൾ കാത്തുകൂട്ടി ചുണ്ണാമ്പ് എന്ന് പറഞ്ഞ ഓണത്തിന് ഒരു വർഗ്ഗക്കാർ ചുണ്ണാമ്പുമായി എത്തുമായിരുന്നു. ആ ചുണ്ണാമ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മുറുക്കാൻ തോന്നും. അവർ അത് കൊണ്ടുവന്നിട്ട് പണത്തിന് വേണ്ടിയല്ല, അവർക്കും ഓണം ഘോഷിക്കണം. ആ ഓണത്തിനുള്ള വക കൊടുത്ത് വീട്ടുടമസ്ഥൻ അത് വാങ്ങിക്കുന്നു. ആ ചുണ്ണാമ്പ് കൂട്ടി മുറുക്കുവാനുള്ള മോഹം ഇന്ന് നമ്മൾ ഓരോരുത്തരും നിൽക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ട് നോക്കുമ്പോഴും ഏതൊരു അടിസ്ഥാനപരമായ കാര്യങ്ങളിലും ഓണം നമ്മെ മാടി വിളിക്കുന്നു. കഴിഞ്ഞകാല ഓണത്തിൻ്റെ സ്മരണ ഓർത്തോർത്ത് നമുക്ക് ദുഃഖം തോന്നുന്നു. ഖേദിക്കുമ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ആ ഓണം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ചുരുക്കൂട്ടിക്കൊണ്ട് പോയി ഇത് ചിന്തിക്കാൻ സാധ്യമല്ല. കിളികളിയും ഊഞ്ഞാലാട്ടവും പടപ്പോര് വിട്ടും പകിടകളിയും എന്ന് വേണ്ട ഏതൊരു കേരളത്തിൻ്റെ തനിമ പകർന്നുകൊണ്ട് അതിനു വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായിക്കൊണ്ട് ഓണം ഒരുക്കിക്കൂട്ടിയ കഴിഞ്ഞ കാലങ്ങളെ എത്രമാത്രം മാധുര്യമാണ്, സ്വർഗീയ അനുഭവങ്ങളാണ്. ആ കൂട്ടുകുടുംബ വ്യവസ്ഥകൾ നഷ്ടപ്പെട്ടതോടുകൂടി ഓണവും ഒരുപക്ഷെ നഷ്ടപ്പെടുകയായിരുന്നില്ലേ? പണം ചെലവഴിക്കുന്നു, ബോണസ് കിട്ടുന്നു, ഓണത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ സമ്പത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഓണഫണ്ടുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞ കാലം ഈ 50 വർഷത്തിന് അപ്പുറത്തേക്കുള്ള ഓണത്തിനോട് ഒരിക്കലും സാമ്യപ്പെടുത്താൻ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ്. അത് ഓർത്ത് നമ്മൾ പോകുമ്പോൾ നമ്മളിന്ന് കരഞ്ഞ് ഇല്ലാതാക്കുകയാണ്. ഇനി എങ്ങനെയാ ഓണമൊന്നും ഉണ്ടാകും? ആ മഹാബലിയെ നമ്മൾ കാണാനുള്ള കാത്തിരിപ്പ്, വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തെ പറഞ്ഞ് ആ ചക്രവർത്തിയായ ആ മഹാബലിയെ പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹം വളരെയേറെ സന്തുഷ്ടനായിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് ഇതിഹാസങ്ങളിൽ നമ്മൾ ഘോഷിക്കുന്നത് പോലെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കൽപ്പിച്ച പോലെ വരുമെന്ന് നിലച്ചുകൊണ്ടിട്ട് അർപ്പിച്ചു. ആ കാലടികളിൽ ഭഗവത് കാരുണ്യത്തിന് വേണ്ടി എല്ലാം സമർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ആ സുതലത്തിലേക്ക് പോകുന്നത്. ആ പോകുന്ന പോക്കിൽ ഭഗവാൻ കാരുണ്യത്തിന് വേണ്ടി വീണ്ടും മഹാബലി വരുന്നു ആ നാട് കാണാൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് അവിടെ അടിസ്ഥാനമില്ല. അദ്ദേഹം അവിടെ മുക്തി നേടി ഒന്നുമല്ല തിരിച്ചു വരാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്ന ആ ഒരു സുഗമമായ മാർഗത്തിലേക്ക് നമ്മുടെ ത്യാഗവും സ്നേഹവും ആ സ്നേഹോത്മളമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുവാനുള്ള ആ ഒരു അവസ്ഥ, ആ ഒരു വിശേഷം ആ കഴിഞ്ഞകാല സംസ്കാരത്തിൽ നമുക്കുണ്ടായിരുന്നു.